ബാബാ നമ്മളിന്ന് എങ്ങടെ പോണേ? ഞങ്ങൾ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം മെട്രോയിലാണ് മാൾ ഓഫ് ഖത്തറിൽ പോണേ. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, പക്ഷെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞങ്ങളിവിടെ കാർ എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മെട്രോയിൽ യാത്ര ചെയ്യണേ. അപ്പോൾ വാവേരുടെ അടുത്ത് ഞങ്ങളിന്ന് മെട്രോയിലാണ് പോണേന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഈ ലാസ്റ്റ് കാണുന്ന വിൻഡോസ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മെട്രോ ലിങ്ക് ബസ് കിട്ടും. അപ്പോൾ നമുക്കിതിൽ കയറിയിട്ട് മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. ഇപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ മെട്രോ ലിങ്ക് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങളിത് നടക്കുകയാണ്. ഇത് കാണാനാണ് മെട്രോ ബസ് കേട്ടോ. അമത് ഹോസ്പിറ്റൽ മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ സ്റ്റേഷൻ. ബാക്കി എപ്പോഴും സ്റ്റെയർ കേസിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷെ അതിന് മുതിരാറില്ല. എന്നിട്ട് ആരാ ഫസ്റ്റ് എത്തിയെന്ന് നോക്കലാണ് അവളുടെ പരിപാടി. അവളെ സംബന്ധിച്ചിടത്തോളം കാറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒതുങ്ങിയിരിക്കണമല്ലോ. മെട്രോയിലൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഓടി നടന്ന് അവളുടെ ഇഷ്ടത്തിന് കളിച്ചും ചിരിച്ചൊക്കെ നടക്കാം. നമ്മൾ കുറേ കാലമായിട്ട് മെട്രോ കാർഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ബാലൻസ് ഓൾമോസ്റ്റ് 0 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയുടെ കാർഡ് നമ്മൾ യൂസ് ചെയ്ത് തരുന്നില്ല. അവള് നമ്മുടെ കൂടെ ഒരുമിച്ചാണ് കിടന്നിരുന്നത്. അപ്പോൾ അവൾക്കും കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും നമ്മൾ ടോപ്പപ്പ് ചെയ്തു. അവളിത് ആദ്യമായിട്ടാണ് ഇത് കാർഡ് സ്കാൻ ചെയ്ത് കിടന്നു. ആള് ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഖത്തർ മെട്രോയിൽ 3 ലൈനാണുള്ളത്. ഒന്ന് റെഡും പിന്നെ ഗ്രീൻ പിന്നെ ഗോൾഡും. അപ്പോൾ നമ്മൾ പോകുന്നത് ഖത്തർ മാളിലേക്കാണ്. അപ്പോൾ അത് നമ്മുടെ സെയിം ലൈൻ ഗ്രീൻ ലൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മുഷ്രിഫ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയിട്ടാണ് വേറെ ലൈനിലേക്ക് മാറി കയറാറ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോവാം. ഇവിടെ ഖത്തർ മെട്രോയിൽ നമ്മൾ 2 തരം കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഫാമിലി കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ജനറൽ കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ബാക്കി റെയിൽവേ ട്രാക്കൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ മിക്കപ്പോഴും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറാറ്. പക്ഷെ നല്ല തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയിലാണ് കയറാറുള്ളൂ കേട്ടോ. ഞങ്ങൾ പക്ഷേ ട്രെയിനിൽ കയറിയപ്പോൾ ഫ്രണ്ടിലെ സീറ്റൊക്കെ ഒക്കുപ്പേഡ് ആയിരുന്നു. ഫ്രണ്ടിൽ സീറ്റിലിരുന്നാലാണ് നമുക്ക് ട്രാക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊക്കെ ഇവിടെ കാരണം ഞങ്ങൾ പിന്നെ കിട്ടിയ സീറ്റിലിരുന്നു. അപ്പം അതിലിരുന്ന് സെൽഫി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടി പോയിട്ട് അവിടെ നിന്ന് ട്രാക്കിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അവിടെ ഫ്രണ്ടിലിരുന്നായിരുന്ന പിള്ളേർ എനിക്ക് പോയി ബാക്കിലേക്ക്. അവർ പറഞ്ഞു വന്നിരുന്നോളെ അച്ഛനോടും മോളോടും. അപ്പോൾ പിന്നെ അവരവിടെ ഇരുന്ന് പിന്നെ അവർക്ക് സൗകര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത് തന്നെ. ഗ്രീൻ ലൈനിൽ ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നതാണ് മാൾ ഓഫ് ഖത്തർ. മാൾ ഓഫ് ഖത്തർ എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ നമ്മുടെ മെട്രോ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോവുക. എത്താറാവുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് പുറത്ത് വ്യൂസൊക്കെ കാണാൻ പറ്റുക. ഈ മെട്രോ സ്റ്റേഷൻ മാൾ ഓഫ് ഖത്തറായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് ഈ മെട്രോന്ന് ഡയറക്റ്റ് എക്സിറ്റ് ആവണത് മാളിൻ്റെ ഉള്ളിലേക്കാണ്.
മെട്രോ സ്റ്റേഷനും മാളും കണക്റ്റഡ് ആണെങ്കിൽ പോലും മാളിൻ്റെ അകത്തേക്ക് എത്രയോ കുറച്ച് നടക്കേണ്ട ദൂരമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. മാളിനകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹോം ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. അവിടെ നമ്മൾ വാവയ്ക്കൊരു ബെഡ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവൾക്കാണ് ചെറുപ്പത്തിൽ ഭയങ്കര മൂവ്മെന്റ്സ് കൂടുതലാണ്. അപ്പോൾ ഗാർഡ് റെയിലുള്ള ബെഡ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ അവിടെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു. അപ്പം പിന്നെ നമ്മൾ എടുത്തില്ല. അവിടെ കുറച്ച് നേരം കറങ്ങി പുറത്തിറങ്ങി ഷോപ്പിങ്. ഹോം ബോക്സിന് തൊട്ടടുത്ത് തന്നെ കിഡ്സിൻ്റെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് കണ്ടു. അവിടെ എന്തോ ക്ലിയറൻസ് സെയിലൊക്കെ നടക്കണമെന്ന് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ കയറിയതാണ്. ഡ്രസ്സ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ കയറിയപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. വാവിക്കത് സ്യൂട്ട് ചെയ്യുന്നു തോന്നിയപ്പോൾ ഞങ്ങൾ 2-3 ഡ്രസ്സ് എടുത്തു അവിടെ നിന്ന്. ഈ കാണുന്ന ഓട്ടം ഗ്ലോബ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അവിടെ ഓൾറെഡി 2 പിള്ളേരുണ്ടായിരുന്നു. അവരിറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ആള്. മാൾ ഓഫ് ഖത്തറിൻ്റെ ഒരു ഹൃദയഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കായിരുന്നു ആവ. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിൽ നാസ്തിയരെ ഒരു ആഡ് ഡിസ്പ്ലേ ചെയ്തത്. അവരുടെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലിലൊന്നാണ് ലൈക്ക് നാസ്തിയ. അവരുടെ ഒരു ഷോ November 28 to 30 വരെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ തന്നെയാണ് പണ്ട് ഡയാന പിന്നെ ബ്ലിക്കി അവരുടെയൊക്കെ ഷോസ് നടന്നിട്ടുള്ളത്. ഹസ്ബൻഡ് ഒരു ടെക് പ്രാന്തനായതുകൊണ്ട് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അതുപോലെ അച്ഛനും മോളും കൂടിയിട്ട് ചുമ്മാ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി എല്ലാം കണ്ട് എന്നിട്ട് പോകും. അവരാ കയറിയ നേരം കൊണ്ട് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ അതിൻ്റെയൊക്കെ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് കാരിഫോറിലേക്കാണ്. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല.
നമ്മള് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു. വീക്കെൻഡിൽ നമ്മൾ അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ്. കഴിഞ്ഞ ദിവസം പോയി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. എന്നാലും കാരിഫോളിൽ വന്ന നിലയ്ക്ക് ഒന്ന് കയറി കണ്ട് ഓഫറുകളൊക്കെ നോക്കി പോരാന്ന് വിചാരിച്ച് കയറി. കാരിഫോളിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് ഡെക്കർ ഐറ്റംസും ക്രിസ്മസ് ട്രീ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. നമ്മൾ വന്നത് മെട്രോയിലായതുകൊണ്ട് നമുക്കത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വാങ്ങിയത് തന്നെ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് വരുമ്പോൾ കാറിൽ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് ക്രിസ്മസ് തീമിൽ പ്ലേറ്റുകൾ കപ്പുകളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് KFC പോലത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ എനിക്ക് ആ സാലഡ് വെച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ അതും പിന്നെ കുറച്ച് ഫ്രൈസും കഴിച്ചു. മാൾ ഓഫ് ഖത്തറിൽ എല്ലാ വീക്കെൻഡ്സിലും എന്തെങ്കിലുമൊക്കെ ഒരു ഷോസ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടെ ആളുകളുടെ ഓളിയും ബഹളമൊക്കെ കേട്ടത്. അപ്പം ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോഴേക്കും മാജിക് ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബബിൾ ഷോ ഞങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റി. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് ഇവിടെ കാണാം. ശേഷം ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിനോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.